Good morning. Today we are going to see FASTA. In the last class, we learned about BLASTA. BLASTA നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു. അപ്പം ഈ FASTA എന്ന് പറയുന്ന പ്രോഗ്രാം ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ വില്യം ആർ പിയേഴ്സൺ ആൻഡ് ഡേവിസ് ജെ ലിപ്മാൻ ഇൻ 1988. ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു? ഈ FASTയുടെ പർപ്പസ് എന്തുവാ? Similar to BLASTA, it also search for similar DNA or protein sequence database within a reasonable time. ഇത്തിരിയൂടെ ഫാസ്റ്റ് ആയിട്ട്, അതുകൊണ്ട് തന്നെ ആ പേരും ഫാസ്റ്റ് ഓൾ, ഫാസ്റ്റായി, ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് പറയും. അപ്പം സിമിലർ ആയിട്ടുള്ള DNA അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസിനെ സെർച്ച് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് വിത്തിൻ എ റീസണബിൾ ടൈം. ഈ FASTA ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രോട്ടീൻ കമ്പാരിസൺസ്. പ്രോട്ടീനും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് മെയിനായിട്ടും FASTA ആപ്ലിക്കബിൾ. ഇനി ഇതിൻ്റെ അകത്തെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് 10 ബെസ്റ്റ് സിമിലാരിറ്റി റീജിയൻസ് ബിറ്റ്വീൻ ക്വയറി സീക്വൻസസ് ആൻഡ് ഈച്ച് സീക്വൻസ് ഓഫ് ഡേറ്റാബേസ്. ക്വയറി സീക്വൻസ് എന്തുവെന്ന് ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞു. ക്വയറി എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള, നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പം ഒരു DNA സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ട്, അതിന് സിമിലർ ആയിട്ടുള്ള സീക്വൻസ് ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്യണം. അപ്പം ഈ ക്വയറി സീക്വൻസിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു 10 ബെസ്റ്റ് സിമിലാരിറ്റി റീജിയൻസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പം നമ്മുടെ ക്വയറി സീക്വൻസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഡേറ്റാബേസിലെ 10 ബെസ്റ്റ് സിമിലർ റീജിയൻ എടുക്കുന്നു. അപ്പം ബ്ലാസ്റ്റയിൽ കണ്ടതുകൊണ്ട് അവിടെ നമ്മൾ കണ്ടു, ഒരു ലോങ് ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് ആദ്യം ബ്രേക്കപ്പ് ചെയ്തിട്ട് ഓരോരോ വേർഡ്സ് ആയിട്ട് മുറിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അതേപോലെ തന്നെ ഇവിടെ FASTA ഓൾസോ ഇസ് എ വേർഡ് ബേസ്ഡ് മെത്തേഡ് ആണ്. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇറ്റ് ലുക്സ് ഫോർ മാച്ചിങ് വേർഡ് ഓർ സീക്വൻസ്. അപ്പം ആ ലോങ് സീക്വൻസിനെ കട്ട് ഷോർട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ വേർഡ്സ് ആക്കി മാറ്റിയിട്ട് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സീക്വൻസിന് വേണ്ടി ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യും. ആ കുഞ്ഞു കുഞ്ഞു വേർഡ് ഫ്രാഗ്മെന്റ്സിന് പറയുന്ന പേരാണ് K-tuples എന്ന് പറയുന്നത്. അപ്പൊ K-tuples are those small fragments of sequence similar to word that is used for search. അപ്പം അതാണ് K-tuples എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ആദ്യം നമ്മൾ ബെസ്റ്റ് സിമിലർ ആയിട്ടുള്ള 10 റീജിയൻസ് ഐഡന്റിഫൈ ചെയ്തു, അതിനെ വേർഡ്സ് മുറിച്ച് സ്മോൾ ഫ്രാഗ്മെന്റ്സ് വേർഡ്സ് ആക്കി മാറ്റി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് റീസ്റ്റോറിങ് 10 ബെസ്റ്റ് റീജിയൻ. ഈ സ്റ്റെപ്പ് നമ്മൾ ഇത്തിരിയൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ ഓരോന്നിനെയും നമ്മൾ 10 ഈ സീക്വൻസസ് തിരഞ്ഞെടുത്തതിൽ ഓരോന്നിനെയും നമ്മൾ എന്തോത്തിൽ റെക്കോർഡ് ചെയ്യും? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ റെക്കോർഡ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ് ഇതിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 പ്രോഗ്രാമുകളാണ്. പാം അല്ലെങ്കിൽ ബ്ലോസം എന്ന് പറയുന്ന 2 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ് എന്താന്ന് ടീച്ചർ ഒന്ന് ജസ്റ്റ് കാണിക്കാം. അതിന്റെ എന്താന്നുള്ള ഡെഫിനിഷനാണ് കാണിക്കാൻ പോകുന്നത്. ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇത് ഇത്രയും ഫുൾ പറഞ്ഞിട്ട് ഈ പിക്ചർ കൊണ്ട് കാണിക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ് എന്താണെന്ന് ഒരു ഡെഫിനിഷൻ പറയാം. ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്കോർസ്. കണ്ടോ? അപ്പൊ ഒരു സ്കോർസിന്റെ ഒരു കളക്ഷൻ ആണ്. എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളതാണ്? സിമിലാരിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് തമ്മിലുള്ള സിമിലാരിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സ്കോർസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ്. അപ്പൊ സിമിലാരിറ്റി കൂടുന്നതനുസരിച്ച് സ്കോർ വാല്യൂ കൂടുമായിരിക്കും. അത്രയും മാത്രം ഇപ്പം മനസ്സിലിരിക്കുക. നമുക്ക് തിരിഞ്ഞു വരാം. അപ്പം ഈ നമ്മൾ 10
ബെസ്റ്റ് റീജിയൻസ് എടുത്തതിനെ അതിനെ നമ്മൾ ഓരോ സെഗ്മെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്തു, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ റെക്കോർഡ് ചെയ്തു. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ റെക്കോർഡ് ചെയ്യുന്നതിന്റെ യൂസ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ റെക്കോർഡ് ചെയ്താൽ നമുക്ക് ചില കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ്സും സബ് അലൈൻമെന്റ്സും ചെയ്യാം. കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, അത് കാണിച്ചു തരാം. A conservative replacement is an amino acid replacement in a protein that changes a given amino acid to a different amino acid with similar biochemical properties. ഇപ്പോൾ കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രോട്ടീൻ ഉണ്ടായിരിക്കും. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമിനോ ആസിഡുകൾ ചേർന്നാണ്. അപ്പം ആ പർട്ടിക്കുലർ ചെയിനിലെ ഏതെങ്കിലും ഒരു അമിനോ ആസിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു അമിനോ ആസിഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഹാവിങ് ദ സെയിം പ്രോപ്പർട്ടീസ് വിത്ത് ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് അമിനോ ആസിഡ്. അപ്പം നമ്മൾ ഏത് അമിനോ ആസിഡിനെയാണോ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരെണ്ണത്തിനെ കൊണ്ട് വയ്ക്കുന്നത്, രണ്ട് അമിനോ ആസിഡ്സിന്റെ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. അങ്ങനെയുള്ള റീപ്ലേസ്മെന്റ് പ്രോസസ്സിനെയാണ് എ കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ് എന്തോ എന്ന് പിടികിട്ടിയല്ലോ. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ വെച്ചുകൊണ്ട് നമ്മൾ കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ്സ് നടത്തി വെക്കും. സബ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സീക്വൻസ് എടുത്ത് വെക്കുക, എന്നിട്ട് കറസ്പോണ്ട് നമ്മുടെ ഡേറ്റാ ബേസിലെ ഓരോ സീക്വൻസും എടുത്തിട്ട് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക എത്രമാത്രം സിമിലർ ആവുന്നുണ്ടെന്ന്. സബ് അലൈൻമെന്റ് ഇവിടെ സബ് അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻസ് അലൈൻമെന്റ് is a way of arranging the sequence of DNA, RNA or protein to identify regions of similarity. കണ്ടോ? അപ്പൊ അത്ര ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുമ്പം ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. അതിന് ഹ്യൂമനിൽ എടുത്തിട്ടുണ്ട്. ചിമ്പാൻസി, മൗസ്, റാറ്റ്, കൗ, ഇതിന്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോഴ് അതിൽ സിമിലർ ആയിട്ടുള്ളത് എവിടെ വരുന്നുണ്ടെന്ന് നോക്കുക കേട്ടോ. ഹ്യൂമനിലെ ചിമ്പാൻസിയിൽ നോക്കുമ്പോൾ ഉണ്ടോ സിമിലർ പോയിന്റ്സ് വരുന്നുണ്ട്. ഇവിടെ മൗസ്, റാറ്റ്, കൗ ഉണ്ടോ ഇത്രയും. ഇനി ഇവിടെ ഹ്യൂമൻ ഇത്രയും ഓർഗാനിസത്തിലും ഫസ്റ്റ് ബേസ് സിമിലർ. അങ്ങനെ ആ സിമിലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലൈൻ ചെയ്യുന്നതിനെയാണ് സബ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത 10 റീജിയൻസിലെ ഓരോ റീജിയൻസിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ്സും സബ് അലൈൻമെന്റും ചെയ്യും. ഇത് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് സ്കോറും അതിന്റെ സിമിലാരിറ്റി വാല്യൂസും ഒക്കെ കിട്ടും. അപ്പം ഹയസ്റ്റ് സ്കോറിംഗ് സബ് അലൈൻമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ആ സ്കോർ അതിനെ പറയുന്നതാണ് ഇനിറ്റ് 1 സ്കോർ എന്ന് പറയും. അപ്പം ഇനിറ്റ് 1 സ്കോർ ഉപയോഗിച്ചിട്ടാണ് ആ മാച്ചിങ് സിമിലാരിറ്റി ഏറ്റവും അൾട്ടിമേറ്റ് ഉള്ള സിമിലാരിറ്റിയിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ഇനിറ്റ് 1 സ്കോർ നമുക്ക് കിട്ടും. ഇനിറ്റ് 1 സ്കോർ അപ്പൊ കിട്ടുന്ന എന്തിന്റെ ബേസിലാണ്? സിമിലാരിറ്റി സിമിലാരിറ്റി അസസ് ചെയ്തിട്ടാണ്. സിമിലാരിറ്റി എങ്ങനെയാ നോക്കിയേ? ആദ്യം എന്തിനാ ഓരോന്നേ സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ ഇട്ടു. കൺസർവേറ്റീവ് റീപ്ലേസ്മെന്റ്സും സബ് അലൈൻമെന്റ്സും ഒക്കെ ചെയ്ത് നോക്കി. അപ്പം ഓരോ സ്കോർസ് കിട്ടും. ഓരോ അലൈൻമെന്റ്സിനും ഓരോ ഇപ്പം ഹ്യൂമന്റെയും മറ്റേ റാറ്റിന്റെയും നോക്കുമ്പോഴത്തേക്ക് തമ്മിൽ എത്ര, അപ്പം സിമിലാരിറ്റിയുടെ ആ റേറ്റ് അനുസരിച്ചിട്ട് ആ സ്കോർ വാല്യൂ കൂടും. അപ്പം ആ സ്കോറിനെയാണ് ഇനിറ്റ് 1 സ്കോർ എന്ന് പറയുന്നത്. ഇനിറ്റ് 1 സ്കോർ ഒരു നമ്മുടെ ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നതിനായിരിക്കും നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. ഇത്രയും പിടികിട്ടിയല്ലോ. ഇനി ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിന്റെ ഒരു ഇമേജ് ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് പിടികിട്ടും എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ് എന്ന്. ഇതാണ് ബ്ലോസം സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ്. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ എടുത്തിരിക്കുന്ന സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കും. ഇത് ഒരു പ്രാവശ്യം ഒരു സീക്വൻസ് എടുത്ത് വയ്ക്കും, പിന്നെ അടുത്ത പ്രാവശ്യം ഇത് മാറ്റിയിട്ട് വേറൊരു സീക്വൻസ് എടുത്ത് വയ്ക്കും. അപ്പൊ നോക്കണ്ടോ, ഇതിന്റെ ഫസ്റ്റ് എ, ഇവിടെ എ. അപ്പൊ കണ്ടോ ഹയസ്റ്റ് സ്കോർ, എയുടെ ഹയസ്റ്റ് സ്കോർ 7. അപ്പൊ എ ഇവിടെ 6 അല്ലാത്തതുകൊണ്ട് അവിടെ -3. ഇപ്പൊ എയുടെ കൂടെ ഇവിടെ നോക്കിയപ്പം n അത് സെയിം അല്ലാത്തതുകൊണ്ട് വീണ്ടും -3. അപ്പം അങ്ങനെ ഓരോന്ന് നോക്കും. ഉണ്ടോ, ഇവിടെ സി ആയിപ്പോയി. ഇങ്ങനെ ഓരോ സ്കോർ വാല്യൂ ഉണ്ട്. ഇനി അടുത്ത ലോക്കേം തമ്മിൽ നോക്കുമ്പോൾ നോക്കിക്കേ, ഇത് ഇവിടെ 6, ഇവിടെ എ അല്ല, അപ്പൊ -3. ഇവിടെ 6,
ഇവിടെയും സെക്കൻഡ് പൊസിഷൻ എന്ത് 9. അപ്പം വാല്യൂ സ്കോർ കൂടിയാണ്ടില്ലേ, അങ്ങനെയാണ്. ഇതാണ് അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായ ഒരു ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്കോർ. ഇതിനകത്ത് ഇട്ട് ആ വാല്യൂസ് ആ സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ ഇനിറ്റ് 1 സ്കോർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിറ്റ് 1 സ്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിമിലാരിറ്റി കൂടുതലുള്ള സീക്വൻസസ് നോക്കും കണ്ടോ, ഏതൊക്കെ തമ്മിലാണ് സിമിലാരിറ്റി കൂടുതൽ വരുന്നതെന്ന് നോക്കും. ആ സിമിലർ ആയിട്ടുള്ള സീക്വൻസ് നമ്മൾ എടുക്കും. നെക്സ്റ്റ് നോക്കാം. ഇനി സെലക്ഷൻ ഓഫ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ്, ആദ്യം 10 റീജിയൻസ്, പോസിബിൾ ആയിട്ടുള്ള 10 റീജിയൻസ് സെലക്ട് ചെയ്തു, അതിനെ വേർഡ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തു, അതിനെ ട്യൂപ്പിൾസ് പറഞ്ഞു. പിന്നെ അതിനെ ഉപയോഗിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സിൽ വെച്ചിട്ട് സ്കോർ വാല്യൂ കണ്ടുപിടിച്ചു, ഇനിറ്റ് 1 സ്കോർ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് സെലക്ഷൻ ഓഫ് ലോങ്ങർ റീജിയൻ ഓഫ് സിമിലാരിറ്റി. ഇനിയപ്പം ഒരു ത്രഷോൾഡ്, ആദ്യത്തെ നമ്മുടെ ഇനിഷ്യൽ റീജിയൻസ് ഉണ്ടല്ലോ, അതിൽ ഒരു ത്രഷോൾഡ് വാല്യൂവിന് എബവ് ഉള്ള സിമിലാരിറ്റി ഉള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു ആദ്യം 10 ഉണ്ടായിരുന്നതിൽ അതൊരു 5 എണ്ണം കിട്ടിയോളൂ എന്ന് വിചാരിക്കുക. ആ 5 എണ്ണത്തിനെ തമ്മിൽ 5 എണ്ണത്തിന് 2 എണ്ണത്തിനെയും ഒക്കെ വെച്ചിട്ട് തമ്മിൽ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ ഓരോന്നിന്റെയും സ്കോർ, അപ്പം 2-3 എണ്ണം ചേർന്ന ഒരു ജോയിന്റ് ആണെങ്കിൽ പിന്നെ ഓരോ യൂണിറ്റിന്റെയും സ്കോർ എത്ര വരും എന്ന് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഒരു സ്കോർ കിട്ടും. അത് ഇനിറ്റ് n സ്കോർ എന്ന് പറയും. അപ്പം ഇവിടെ എന്തോ ചെയ്ത് ഇനിഷ്യൽ റീജിയൻ, നമ്മൾ ആദ്യം ഉണ്ടായ ഇനിഷ്യൽ റീജിയൻസിനെ ഏറ്റവും സിമിലാരിറ്റി കൂടിയത് തിരഞ്ഞെടുത്ത് അതിൽ 1, 2, 3 ചേർത്ത് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് ഓരോ കോമ്പിനേഷൻ ബ്ലോക്കിന്റെയും ടോട്ടൽ സ്കോർ നോക്കും. ആ ടോട്ടൽ സ്കോറിന് പറയുന്ന പേരാണ് ഇനിറ്റ് n സ്കോർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നോക്കി, അലൈൻമെന്റ് ഓഫ് ഹയസ്റ്റ് സ്കോറിംഗ് ഡേറ്റാബേസ് സീക്വൻസ്. ഇനി ഈ ഇനിറ്റ് n സ്കോർ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് 2-3 എണ്ണം, അതില് ഒരു ത്രഷോൾഡ് വാല്യൂവിനെക്കാട്ടിൽ കൂടി നിൽക്കുന്ന ഇനിറ്റ് n സ്കോർ ഉള്ള സീക്വൻസിനെ നമ്മൾ എടുക്കും. അപ്പൊ അത്രത്തോളം അങ്ങനെ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിൽ ഇരിക്കുന്ന ക്വയറി സീക്വൻസുമായിട്ട് സിമിലർ ആയിട്ട് വരുവാണ് ഓരോ സ്റ്റെപ്പ് കഴിയും തോറും. അപ്പം ഇനിറ്റ് n സ്കോർ ഹയർ ആയിട്ടുള്ള സീക്വൻസിനെ കിട്ടി. എന്നിട്ട് അതിനെ ക്വയറി സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം ഫൈനൽ സ്കോർ എന്ന് പറയുന്നതായിരിക്കും ഓപ്റ്റ് സ്കോർ, മാക്സിമം സിമിലർ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്വയറി സീക്വൻസുമായിട്ട് മാക്സിമം സിമിലാരിറ്റി ഉള്ള സീക്വൻസ് ഈ ഫൈനൽ ഒരു സ്കോറിങ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം അതിന്റെ ഒരു മെത്തേഡിന് ഒരു പേരൊക്കെ ഉണ്ട്. ആ ഫൈനൽ അലൈൻമെന്റ് ചെയ്യുന്നതിന് നീഡ്മാൻ, വുൻഷ് ആൻഡ് സ്മിത്ത് വാട്ടർമാൻ എന്ന് പറയുന്ന ഒപ്റ്റിമൈസേഷൻ മെത്തേഡാണ്. ആ പ്രോസസ്സ് വെച്ചിട്ടാണ്, അതിപ്പോൾ എന്തോന്ന് നമ്മൾ പഠിക്കേണ്ട, ആ പ്രോസസ്സിന്റെ പേര് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫൈനലായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു സ്കോർ കിട്ടും. അതിന് ഒപ്റ്റിമൽ സ്കോർ എന്ന് പറയും, സ്കോർ ഓഫ് ഫൈനൽ അലൈൻമെന്റ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഡേറ്റാബേസ് മാച്ചിനെ റാങ്ക് ചെയ്യുന്നത്. കറക്റ്റാ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ക്വയറി സീക്വൻസ് ഏതാണ്. ഇത്രയുമാണ് ഫാസ്റ്റയുടെ സ്റ്റെപ്സ്. ഇനി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫാസ്റ്റ അൽഗോരിതം എന്തൊക്കെ വരും നോക്കി, ഏതൊക്കെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യും ഫാസ്റ്റ നോക്കി. പല ടൈപ്പ് വരുന്നുണ്ട്. ടി ഫാസ്റ്റ എന്ന് പറയുമ്പോൾ എന്തുവാണ്, ഇറ്റ് കമ്പയർസ് എ പ്രോട്ടീൻ സീക്വൻസ് ടു DNA സീക്വൻസ്. അപ്പം ഒരു പ്രോട്ടീൻ സീക്വൻസ് ഉണ്ടായിരിക്കും, ആ പ്രോട്ടീന്റെ സീക്വൻസിനെ DNA സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യും. എങ്ങനെ, DNA ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ പ്രോട്ടീൻ ആക്കി മാറ്റിയിട്ട് ആ പ്രോട്ടീന്റെ സീക്വൻസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോട്ടീന്റെ സീക്വൻസും തമ്മിൽ കമ്പയർ ചെയ്ത് ആ പ്രോസസ് ചെയ്യുന്ന ഫാസ്റ്റയാണ് ടി ഫാസ്റ്റ. കമ്പയർ ചെയ്യും പ്രോട്ടീൻ സീക്വൻസ് ടു DNA സീക്വൻസ്. ഇനി എൽ ഫാസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, എൽ ഫാസ്റ്റ ഐഡന്റിഫൈസ് 1 or more regions of similarity between two sequence. അപ്പൊ 2 സീക്വൻസ് ഉണ്ട്. ഈ 2 സീക്വൻസിലെ ഒന്നോ അതിൽ കൂടുതലോ റീജിയൻസ് മാത്രം കൺസിഡർ ചെയ്ത് അവ തമ്മിലുള്ള സിമിലാരിറ്റി, എൻ്റയർ സീക്വൻസ് അല്ല, 2 സീക്വൻസ് എടുക്കുക, അതിലെ ഒന്നോ അതിൽ കൂടുതലോ റീജിയൻസ്
അത് തമ്മിലുള്ള സിമിലാരിറ്റി ഐഡന്റിഫൈ ചെയ്യുന്ന ഫാസ്റ്റയാണ് എൽ ഫാസ്റ്റ. ലൊക്കേഷൻ, എൽ ഫോർ ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കുക. ഇനി പി എൽ ഫാസ്റ്റ ഉണ്ട്. പി എൽ ഫാസ്റ്റ എന്ന് പറയുന്നത് ഇറ്റ് റിപ്രസെന്റ്സ് എ ഡോട്ട് മെട്രിക്സ് പ്ലോട്ട് റീജിയൻസ് ഓഫ് സീക്വൻസ് സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സീക്വൻസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെട്രിക്സ് പറഞ്ഞതുപോലെ ഒരു സംഭവമാണ് ഡോട്ട് മെട്രിക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം രണ്ട് സീക്വൻസ് ഉണ്ടായിരിക്കും, ഒന്ന് കയറിയും ഒന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സീക്വൻസ്. അതിനെ ഈ ഡോട്ട് മെട്രിക്സ് പ്ലോട്ടിൽ ഇട്ടിട്ട് മാക്സിമം സിമിലാരിറ്റി ഏത് തമ്മിലാണ് വരുന്നതെന്ന് നോക്കും. ഡോട്ട് മെട്രിക്സ് പ്ലോട്ടിന്റെ പിക്ചർ ഉണ്ട്, നമുക്ക് കാണാം. കണ്ടോ, ഇതാണ് ടു സീക്വൻസസ് ആണ് ഇവിടെ ഡോട്ട് മെട്രിക്സ് ഡയഗ്രാം മെത്തേഡ് വെച്ചിട്ട്. എ ജി ടി എ ജി ജി എ ഉണ്ട്, ജി എ സി ടി എ ജി ജി സി. കണ്ടോ, അതിങ്ങനെ ഇട്ടിട്ട് തമ്മിൽ മാച്ചിങ് വരുന്നത് ഏതാണെന്ന് നോക്കും. കണ്ടോ, മാച്ചിങ് വരുന്നത് മാക്സിമം മാച്ചിങ് ഇങ്ങനെ ഉണ്ടോ. ഈ മാച്ചിങ് ആ ഡോട്ട് വന്ന എങ്ങനെ, ജിയും എയും ഇല്ല, ജി ജി ഉണ്ട്, അപ്പോൾ അവിടെ ഒരു ഡോട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ജിയും സിയും അവിടെ ഡോട്ടില്ല, ജി ഇവിടെ ടി അവിടെ ഡോട്ടില്ല, അങ്ങനെ അങ്ങനെ തമ്മിൽ സിമിലർ ആയിട്ട് വരുന്നിടത്ത് ഓരോ ഡോട്ട് കൊടുക്കും. ഉണ്ടോ, എ എ അവിടെ ഡോട്ട് ഡോട്ട്, എന്നിട്ട് ഇങ്ങനെ നോക്കും. ഇത് തമ്മിലുള്ള കോമ്പിനേഷനിൽ മാക്സിമം ഡോട്ട്സ് വന്ന ഒരു ലീനിയർ ആയിട്ടുള്ള അറേ തിരഞ്ഞെടുക്കും. എന്നിട്ട് ആ സീക്വൻസ് അതായിരിക്കുമല്ലോ സിമിലർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡോട്ട് മെട്രിക്സ്. ഡോട്ട് മെട്രിക്സ് എന്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിക്ചർ ഇട്ടത്. അപ്പൊ പി എൽ ഫാസ്റ്റ എന്തുവാണ്, ഇറ്റ് റിപ്രസെന്റ്സ് എ ഡോട്ട് മെട്രിക്സ് പ്ലോട്ട്. ഡോട്ട് മെട്രിക്സ് പ്ലോട്ട് വഴിയാണ് പി എൽ ഫാസ്റ്റ ആ സിമിലാരിറ്റി റിപ്രസെന്റ് ചെയ്യുന്നത്, സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സീക്വൻസസ്. ഇനി വേർഷൻസ് ഓഫ് ഫാസ്റ്റ. ഫാസ്റ്റയുടെ വേർഷൻസ് ഏതൊക്കെയാണെന്ന്. ഇപ്പം നോർമൽ ഫാസ്റ്റ ഈ ഗ്യാപ്സും ഫ്രെയിം ഷിഫ്റ്റും ഉള്ള DNA സീക്വൻസ് അലൈൻമെന്റിന് അത്ര സപ്പോർട്ടീവ് അല്ല. അപ്പൊ ഈ ഫാസ്റ്റയുടെ ചില വേർഷൻസ് ഉണ്ട്, അത് ഈ ഗ്യാപ്സും ഫ്രെയിം ഷിഫ്റ്റ്സും ഉള്ള DNA സീക്വൻസിന്റെ അലൈൻമെന്റ് ചെയ്യും. ഇനി എന്താണ് ഈ ഗ്യാപ്സ്, എന്താണ് ഈ ഫ്രെയിം ഷിഫ്റ്റ്സ്? ഗ്യാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡ് സീക്വൻസ്, അതിലെ ഏതെങ്കിലും ഒരു അമിനോ ആസിഡ് അങ്ങ് ഡിലീറ്റഡ് ആയി പോകുമ്പം അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അതിനെയാണ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ്. അപ്പം ഒരു DNA സീക്വൻസിൽ, ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ഡിലീറ്റഡ് ആവും, അല്ലെങ്കിൽ അവിടെ ഒരു വേറെ പുതിയൊരു സെഗ്മെന്റ് കൊണ്ട് ഇൻസേർട്ട് ചെയ്യപ്പെടും. അങ്ങനെ ചെയ്യുമ്പം ഒറിജിനൽ സീക്വൻസിൽ നിന്നൊരു ഡിഫറൻസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഫ്രെയിം ഷിഫ്റ്റിന്റെ വേറൊരു പ്രത്യേകത, ഇത് കോഡോൺ ലോയ്ക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് ആ മ്യൂട്ടേഷൻ. കോഡോൺ ലോ നമുക്കറിയാം, 3 ബേസസ് വരുമ്പോഴാണ് ഒരു കോഡോൺ. അപ്പം ഈ 3 ബേസസിൽ നോക്കിയിട്ട് ചേഞ്ച് വരുത്താതെ ചിലപ്പം ആ ഒരു 2 ബേസ് വെച്ചിട്ടങ്ങ് ബ്രേക്ക് ആയി, അല്ലെങ്കിൽ ഡിലീറ്റഡ് ആയി, അല്ലെങ്കിൽ ഇൻവേർഷൻ ആയിട്ട് പോകും. അപ്പം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തില് ആ സീക്വൻസിന്റെ ആ പാറ്റേൺ അങ്ങ് ചേഞ്ച് ആയി പോകും. അതാണ് ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്യാപ്സും ഫ്രെയിം ഷിഫ്റ്റും എന്തുവാന്ന് അതിന്റെ ഡെഫിനിഷൻ ടീച്ചർ ഒന്ന് കാണിക്കാം. A gap in one of the sequence it simply means that one or more amino acid residues have been deleted from the sequence. അങ്ങനെയുള്ള ആ സ്പേസിനാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ is a type of mutation involving the insertion or deletion of a nucleotide in which, അവിടെ ശ്രദ്ധിക്കുക, number of deleted base pair is not divisible by 3. അപ്പം ആ ന്യൂക്ലിയോടൈഡ് ബേസ് ഡിലീറ്റോ അല്ലെങ്കിൽ ഇൻവേർട്ടഡോ ആയി പോകുന്നത് ഒരിക്കലും ആ കറക്റ്റ് 3 പേർ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ 3 പേർ വെച്ചിട്ട് എന്താണ് ഇൻസേർഷൻ, ഒരു പുതിയതായിട്ടൊരു 3 പേർ വന്ന് ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ 2 പേരായിരിക്കും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ 2 പേരായിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്.
അപ്പം നമുക്ക് തിരിച്ച് സ്ലൈഡിലോട്ട് വരാം. അപ്പം അങ്ങനെയുള്ള സീക്വൻസിൻ്റെയൊക്കെ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റയുടെ ചില വേർഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് FastX ആൻഡ് FastY. അങ്ങനെയുള്ള DNA സീക്വൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് 3 റീഡിംഗ് ഫ്രെയിംസ് ആയിട്ട് മാറ്റും. എന്നുവെച്ചാൽ 3 പോസിബിൾ റീഡിംഗ് ഫ്രെയിംസ് ആക്കി മാറ്റും. 3 ടൈപ്സ് ഓഫ് RNAs ആയിട്ട് മാറ്റും. മനസ്സിലായോ? എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സീക്വൻസ്, പ്രോട്ടീൻസിന്റെ സീക്വൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യും. എന്തുമായിട്ട്? പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസിലെ, അതായത് ഡേറ്റാബേസിലെ പ്രോട്ടീൻ സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ആൾട്ടറേഷൻസ് ഉള്ള DNA സീക്വൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് 3 ഫോംസ് ഓഫ് റീഡിംഗ് ഫ്രെയിംസ് ആയിട്ട് മാറ്റിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻസിന്റെ സീക്വൻസിനെ പ്രോട്ടീൻ ഡേറ്റാബേസിലെ സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യും. ആര്? FastX ആൻഡ് FastY. ഇപ്പൊ FastXും FastY എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലായാൽ മതി. എന്തോ ഗ്യാപ്പ് അല്ലെ ഫ്രെയിംഷിപ്പ് മ്യൂട്ടേഷൻ ഉള്ള DNA സീക്വൻസിന്റെ കമ്പയർ ചെയ്യാൻ വിത്ത് പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസ്. അതാണ് FastX ആൻഡ് FastY. ഇനി അടുത്തത് TFastX ആൻഡ് TFastY. ഇതെന്തോ ചെയ്യുന്നത്? ടു കമ്പയർ എ പ്രോബ് പ്രോട്ടീൻ DNA സീക്വൻസ്. പ്രോബ് പ്രോട്ടീൻ DNA സീക്വൻസ് ഡേറ്റാബേസ്, കാൽക്കുലേറ്റിംഗ് ഇറ്റ് സിമിലാരിറ്റി വിത്ത് ഫ്രെയിം ഷിഫ്റ്റ് ടു ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഓറിയന്റേഷൻ. അപ്പൊ ഈ പ്രോബ് DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയാലോ? എന്തുവാ? ഇനി അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സെഗ്മെന്റ് അല്ലെ ഫ്രാഗ്മെന്റ് ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ് പ്രോബ് DNA എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോബ് DNA നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു ഡിസേർവ്ഡ്, നമുക്ക് ആവശ്യമുള്ള ഒരു ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് ഉണ്ട്. അതൊരു ലോങ് DNA സീക്വൻസിൽ എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? DNAയുടെ ഒരു പ്രോപ്പർട്ടി അല്ലേ കോംപ്ലിമെന്റാരിറ്റി. ഒരു DNAക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അറിയാമല്ലോ. ഒരു സ്ട്രാൻഡിലുള്ള സീക്വൻസ് പെയർ ചെയ്യുന്നത് അതിന്റെ കോംപ്ലിമെന്ററി സീക്വൻസുമായിട്ടാണ്, അല്ലേ? ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ പ്രോബ് സിന്തസൈസ് ചെയ്യുന്നത്. പ്രോബ് DNA എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ ഫ്രാഗ്മെന്റ് ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. അപ്പം ഇതിനെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള DNA സീക്വൻസ് ഒരു ലോങ് ചെയിനിൽ. ഇപ്പം ഉദാഹരണത്തിന് AGTC എന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി സീക്വൻസ് വെച്ചിട്ടായിരിക്കും എന്തുണ്ടാക്കുന്നത്? പ്രോബ് DNA ഉണ്ടാക്കുന്നത്. അപ്പൊ ആ പ്രോബ് DNA നമുക്ക് ഏത് മീഡിയത്തിൽ നിന്നാണോ നമുക്ക് ആ ഡിസേർവ്ഡ് DNA സീക്വൻസ് കണ്ടുപിടിക്കേണ്ടത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ പ്രോബ് DNA പോയി ആ കൺസേൺഡ് കോംപ്ലിമെന്റർ ആയിട്ടുള്ള DNA സീക്വൻസ് ബൈൻഡ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ആ സീക്വൻസ് ആ DNAയിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള DNAക്കാണ് എന്തെന്ന് പറയുന്നത്? പ്രോബ് DNA എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് പ്രോബ് പ്രോട്ടീൻ. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രോട്ടീൻ ഉണ്ടാക്കപ്പെടുന്ന DNA സീക്വൻസ് അതായിരിക്കുമല്ലോ പ്രോബ് പ്രോട്ടീൻ DNA സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വേർഡിനെ നമ്മൾ മുറിച്ച് മനസ്സിലാക്കണം. പ്രോബ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്ന പ്രോട്ടീൻ, അതിന്റെ DNA സീക്വൻസ് എന്ന് പറയുമ്പോൾ അറിയാം. അപ്പൊ ആ പ്രോബ് പ്രോട്ടീൻ ഉണ്ടാക്കപ്പെടുന്ന DNAയുടെ സീക്വൻസ്. അപ്പം ആ DNAയുടെ സീക്വൻസ് ഡേറ്റാബേസിൽ അതിന് സിമിലർ ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. അത് ചെയ്യുന്നതാണ് TFastX ആൻഡ് TFastY. അപ്പം എന്തും കൂടെ ഉണ്ടെങ്കിലും വിത്ത് ഫ്രെയിം ഷിഫ്റ്റ്, അത് ഫ്രെയിം ഷിഫ്റ്റ് ഫോർവേഡ് ആയിട്ടായിരിക്കാം, റിവേഴ്സ് ഓറിയന്റേഷൻ ആയിരിക്കാം. അത് ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ആ ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ, ഒന്നുകിൽ മുന്നോട്ടുള്ള ഡയറക്ഷനിലായിരിക്കണം ആ മ്യൂട്ടേഷൻ വന്നേക്കുന്നത്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അതാണ് ഫ്രെയിം ഷിഫ്റ്റ് ടു ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഓറിയന്റേഷൻ. അപ്പൊ TFastXും TFastY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ് പ്രോട്ടീൻ DNA സീക്വൻസ് ഡേറ്റാബേസിലെ സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുക.
എന്തോ ഉണ്ടെങ്കിൽ കൂടി വിത്ത് ഫ്രെയിം ഷിഫ്റ്റ് ആ ഫ്രെയിം ഷിഫ്റ്റ് എങ്ങനെയുള്ളതൊക്കെ ആയിരിക്കാം, ഫോർവേഡ് ആയിരിക്കാം, റിവേഴ്സ് ആയിരിക്കാം, എന്തൊക്കെ ആയിരുന്നു കഴിഞ്ഞാലും അതൊക്കെയുള്ള പ്രോബ് പ്രോട്ടീൻ DNA സീക്വൻസിലെ സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുന്നതാണ് T-FAST-X ആൻഡ് T-FAST-Y. ഇനി ഫാസ്റ്റ് എസ് എന്ന് പറയുന്നത് ഇറ്റ് കമ്പയർ ലിങ്ക്ഡ് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ചെയിൻ ഓഫ് അമിനോ ആസിഡ്സിനാണ് ലിങ്ക്ഡ് പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. ഇത് ലിങ്ക്ഡ് പെപ്റ്റൈഡ്സ് എന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള പെപ്റ്റൈഡ്സിനെ ഒരു പ്രോട്ടീൻ ഡേറ്റാ ബാങ്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന്റെ സിമിലർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് സീക്വൻസ് കണ്ടുപിടിക്കുക. കമ്പാരിസൺ ആണ് ഫാസ്റ്റ് എസ്. ഇനി ഫാസ്റ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പയർസ് മിക്സഡ് പെപ്റ്റൈഡ്സ്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ ഷോർട്ട് ഫ്രാഗ്മെന്റ്സ് ആയിരിക്കത്തില്ല, മിക്സഡ് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ആയിരിക്കും. അതിനെ വെച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സിമിലർ ആയിട്ടുള്ള സീക്വൻസ് എവിടെ നിന്ന് കണ്ടുപിടിക്കുക? പ്രോട്ടീൻ ഡേറ്റാ ബാങ്കിൽ നിന്ന് കണ്ടുപിടിക്കുക. അതാണ് ഫാസ്റ്റ് എഫ്. ഇനി എസ് സെർച്ച് എന്ന് പറയുന്നുണ്ടോ, ഇറ്റ് സ്കാൻസ്. ആ വാക്ക് ശ്രദ്ധിക്കുക, സ്കാൻ ചെയ്യാണ് എ പ്രോട്ടീൻ ഓർ DNA സീക്വൻസ് ലൈബ്രറി ഫോർ എ സിമിലർ സീക്വൻസ്. അപ്പൊ നമ്മുടെ കയ്യിൽ ക്വറി സീക്വൻസിന് സിമിലർ ആയിട്ടുള്ള സീക്വൻസ് കിട്ടാൻ DNA സീക്വൻസ് ലൈബ്രറി സ്കാൻ ചെയ്യുക. എസ് ഫോർ സ്കാൻ, എസ് സെർച്ച്. ഇനി അടുത്തത് GG സെർച്ച്. GG സെർച്ച് എന്ന് പറയുമ്പം ഇറ്റ് കമ്പയർസ് എ പ്രോട്ടീൻ ഓർ DNA സീക്വൻസ് ടു എ സീക്വൻസ് ഡേറ്റാബേസ് പ്രൊഡ്യൂസിങ് ഗ്ലോബൽ അലൈൻമെന്റ്. ഗ്ലോബൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻ പോർഷൻ വരെ കമ്പയർ വെച്ചെങ്കിൽ ടോട്ടൽ എൻ്റെ ലെങ്ത് പിന്നെ സിമിലർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് സീക്വൻസ്, അതുകൊണ്ട് അതിനാണ് ഗ്ലോബൽ അലൈൻമെന്റ്. എൻ്റെ ലെങ്തിനും സിമിലർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് സീക്വൻസ് കണ്ടുപിടിക്കുന്നതിനെയാണ് ഗ്ലോക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വരും. ലോക്കൽ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും റീജിയൻസ് മാത്രം തമ്മിൽ സിമിലാരിറ്റി ഉള്ള സീക്വൻസ് കണ്ടുപിടിക്കുക. അപ്പം ജി സെർച്ച് എന്ന് പറയുന്നത് ഇറ്റ് കമ്പയർസ് എ പ്രോട്ടീൻ ഓർ DNA സീക്വൻസ് ടു എ സീക്വൻസ് ഡേറ്റാബേസ് പ്രൊഡ്യൂസിങ് ഗ്ലോബൽ അലൈൻമെന്റ്. എൻ്റെ ലെങ്ത് സിമിലാരിറ്റിയാണ്. നീഡിൽമാൻ വൻഷ് എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് 7th വൺ GL സെർച്ച്. GL സെർച്ച് പറയുന്നത് ഇറ്റ് കമ്പയർസ് എ പ്രോട്ടീൻ ഓർ DNA സീക്വൻസ് ഡേറ്റാബേസ്. അപ്പം ഇത് കമ്പയർ ചെയ്യും, പ്രോട്ടീൻ അല്ലെങ്കിൽ DNA സീക്വൻസ് ഡേറ്റാബേസിനെ കമ്പയർ ചെയ്യും. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ ഈസ് ഫാസ്റ്റ ഫോർമാറ്റ്. ഫാസ്റ്റ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഫോർമാറ്റ്. ഇതാണ് പിക്ചർ കൊടുത്തേക്കുക. യൂസ് ടു റെപ്രസെന്റ് എയ്തർ എ സിംഗിൾ സീക്വൻസ് ഓർ മെനി സീക്വൻസ് ഇൻ എ സിംഗിൾ ഫയൽ. ഒരു സിംഗിൾ ഫയലില് ഒരു സിംഗിൾ സീക്വൻസ് അല്ലെങ്കിൽ മെനി സീക്വൻസ് റിപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ് ഫാസ്റ്റ ഫോർമാറ്റ്. ഇതിനകത്ത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ഓരോ ലൈനിലും മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് വരാം? ലെറ്റേഴ്സ് 120 വരാം. എന്നാൽ യൂഷ്വലി 80 കൂടാറില്ല. വേറൊരു പ്രത്യേകത നോക്കിയാൽ ഇതിന്റെ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ വെച്ചിട്ടാണ്. ചില സമയത്ത് ഇങ്ങനെ ഒരു ഹൈഫൻ പോണൊക്കെ ഒരു സിമ്പിളും വരും. ഇനി ഇങ്ങനെയുള്ള സീക്വൻസിൽ ചിലപ്പം ഗ്യാപ്സുകൾ കാണും. ഗ്യാപ്സ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു ഹൈഫൻ വെച്ചിട്ടാണ് അതിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. ചില സമയത്ത് ന്യൂമറിക്കൽ ഡിജിറ്റ്സും കാണും. ആരും ഇവിടെ പോയി നിൽക്കട്ടെ. ന്യൂമറിക്കൽ ഡിജിറ്റ്സും കാണും. ഈ ന്യൂമറിക്കൽ ഡിജിറ്റ്സ് എപ്പോൾ മാത്രമേ അലവ് ചെയ്യത്തുള്ളൂ ഈ ഫയലില്? only to show position in the sequence. സീക്വൻസിലെ പൊസിഷൻസ് എന്തെങ്കിലും കാണിക്കേണ്ടി വരുവാണെങ്കിൽ മാത്രമേ ന്യൂമറിക്കൽ ഡിജിറ്റ്സ് കാണിക്കുള്ളൂ. നെക്സ്റ്റ് വർക്കിംഗ് വിത്ത് ഫാസ്റ്റ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? കമ്പാരിസൺ ഈസ് ഡൺ യൂസിങ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് സിമിലാരിറ്റി ടെസ്റ്റ്. ആ സീക്വൻസ് അതിന്റെ സിമിലാരിറ്റി ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ ബ്ലാസ്റ്റ് കാണിച്ചപ്പം ടീച്ചർ അത് ബ്ലാസ്റ്റിൽ സെർച്ച് ചെയ്യുന്നതിന്റെ പ്രൊസീജിയറും കാണിച്ച ഒരു വീഡിയോ. അതേപോലെ തന്നെ രണ്ടാമത് പ്രോട്ടീന്റെ സീക്വൻസ് നമ്മളൊരു പേജിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ പ്രോട്ടീൻ ആ സീക്വൻസ് ഏത് പ്രോട്ടീന്റെയാണ്, ആ പ്രോട്ടീൻ ഏത് ഓർഗാനിസത്തിലെ ആണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു. അതിൽ കാണിച്ചതുപോലെ തന്നെ ആ ക്വയറി സീക്വൻസ് നമ്മൾ ഫാസ്റ്റ ഫോർമാറ്റിന്റെ ടെക്സ്റ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് അതിനെ സെർച്ച് ചെയ്യുന്നത്.
ഫോർമാറ്റ്സിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്ററാക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ നമുക്ക് ആ ബോറോവർ അല്ലെങ്കിൽ ബോറോവർക്ക് നമുക്ക് ആ ഇൻഫർമേഷൻ ഇമെയിൽ വഴി അയക്കാൻ പറ്റും. അങ്ങനെയുള്ള സെറ്റിംഗ് ആ ഒരു ആസ്പെക്റ്റിനെയാണ് ഇന്ററാക്റ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ടൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പോയി ആ ടൈറ്റിൽ നമുക്ക് പിന്നീട് നമ്മൾ എന്താ സെർച്ച് ചെയ്തേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യത്തക്ക രീതിയിൽ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഫാസ്റ്റ് A3 പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു സെർച്ച് എ പ്രോട്ടീൻ ക്വയറി സീക്വൻസ് എഗനിസ്റ്റ് എ പ്രോട്ടീൻ ഡേറ്റാ ബാങ്ക്. അപ്പം ഇത് ഉപയോഗിക്കുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഒരു പ്രോട്ടീൻ സീക്വൻസിനെ സിമിലർ ആയിട്ടുള്ള സീക്വൻസ് പ്രോട്ടീൻ ഡേറ്റാ ബാങ്കിൽ ഉണ്ടോ അത് യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമാണ് ഫാസ്റ്റ് A3 പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ആസ്പെക്ട് ഹിറ്റ്സ് ഓഫ് ഡേറ്റാബേസ്. നമ്മൾ ബ്ലാസ്റ്റ് പഠിച്ചപ്പോൾ ഹിറ്റ്സ് എന്താണ് ഡേറ്റ ഹിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചായിരുന്നു. അപ്പം ഡേറ്റ ഹിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവായിരുന്നു, ആദ്യം വേർഡ്സിനെ മുറിച്ച് സ്മോൾ സെഗ്മെന്റ്സ് ആക്കുന്നു, അതിനെ പിന്നെ സിമിലർ ആയിട്ടുള്ളത് കണ്ടുപിടിക്കുന്നു, ആ സിമിലാരിറ്റി സ്കോർസ് ഏറ്റവും കൂടുതലുള്ളതിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഒരു ഹിറ്റ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു പറഞ്ഞില്ലേ. ആ ലിസ്റ്റിലുള്ള ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആയിരിക്കും നമ്മുടെ ക്വയറി സീക്വൻസുമായിട്ടുള്ള. അതിനെയാണ് ഹിറ്റ്സ് ഓഫ് ഡേറ്റാബേസ്. അതിന്റെ നമ്പർ 10 ലിമിറ്റ് ചെയ്യും. കാരണം അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒത്തിരി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ അതെല്ലാം സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പം ആ ഔട്ട്പുട്ടിന്റെ എണ്ണം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ് ഓഫ് ഡേറ്റാബേസിന്റെ നമ്പർ നമ്മൾ ലിമിറ്റ് ചെയ്ത് 10 ആക്കി മാറ്റും. അപ്പൊ ഇത്രയാണ് അതിന്റെ ഫാസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഫാസ്റ്റ് ഔട്ട്പുട്ട് എങ്ങനെയാ കാണുന്നത്? ഒരു ഹിസ്റ്റോഗ്രാം ആയിട്ടാണ് ഫസ്റ്റ് വരുന്നത്. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് കമ്പെയർസ് പ്രഡിക്റ്റഡ് എക്സ്ട്രീം വാല്യൂ ഓഫ് സിമിലാരിറ്റി. ഇത്രയും പിന്നെ സിമിലാരിറ്റി വരാന്ന് പറഞ്ഞിട്ട് പ്രഡിക്റ്റഡ് വാല്യൂയുടെ ഒരു ബാർ ഡയഗ്രാം കാണും. ഇതിനെ കമ്പയർ വിത്ത് ആക്ച്വൽ ഒബ്റ്റൈൻഡ് നമ്പർ. അപ്പം അതിനെ തമ്മിൽ കമ്പയർ പ്രഡിക്റ്റഡ് വാല്യൂവിനെയും ആക്ച്വൽ നമ്പറിനെയും കൂടെ കമ്പയർ ചെയ്യുന്ന ഒരു ബാർ ഡയഗ്രാം ഹിസ്റ്റോഗ്രാം ആയിരിക്കും ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ദ സീക്വൻസ് ലിസ്റ്റിംഗ് ആണ്. അതിനകത്ത് വരും ലിസ്റ്റിംഗ് ഓഫ് ബെസ്റ്റ് സ്കോറിംഗ് സീക്വൻസ് സക്സസീവ്ലി ഇൻ ദ ഡേറ്റാബേസ്. അപ്പം നമ്മൾ ചെയ്ത കമ്പാരിസണിൽ ഏത് സീക്വൻസ് ആണോ ഏറ്റവും സ്കോർ കൂടുതൽ അത് ഏറ്റവും ടോപ്പിൽ വരും, അതിൽ കുറഞ്ഞത് താഴോട്ട് 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 അങ്ങനെ വരും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഏറ്റവും സീക്വൻസ് സിമിലാരിറ്റി കൂടുതലുള്ളത് ഏറ്റവും ടോപ്പിൽ വരും. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ലോക്കൽ അലൈൻമെന്റ്. അതെന്ത് കാണിക്കും? ഡിസ്പ്ലേ ദ ആക്ച്വൽ ലോക്കൽ അലൈൻമെന്റ്. ഓരോ റീജിയൻ വൈസ് ലൊക്കാലിറ്റി വൈസ് ഉള്ള സിമിലാരിറ്റീസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ആ ഭാഗത്ത്. ദാറ്റ് ഈസ് ഫാസ്റ്റ്. വിത്ത് ദിസ് വി ക്യാൻ ഫിനിഷ് ടുഡേയ്സ് ടോപ്പിക്. താങ്ക് യു.